സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി വരുന്നു. ആ പനി മൂർച്ഛിച്ച് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച പനി പിടിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനിയിലായി വഫാത്താവുകയാണ്. സഫർ എന്ന് പറഞ്ഞാൽ യാത്ര പോകാനുള്ള മാസമാണ്. സുബ്ഹാനല്ലാഹ്, സഫർ മാസം വല്ലാത്ത മാസമാണ്. ഈ സഫർ മാസത്തിലൂടെ നാം തയ്യാറാകണം. എന്തിനു വേണ്ടി? റബീഉൽ അവ്വൽ തയ്യാറാകണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ കരളിന്റെ കഷ്ണമായ ലോകത്തിലെ 140 കോടി മുസൽമാന്റെ മാനസ കൊട്ടാരത്തിലെ കിരീടം അണിയാത്ത രാജകുമാരൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് അല്ലാഹു തആല പിടിക്കുന്ന സമയത്ത്, അതേ അസ്റായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്ക് റൂഹിനെ പിടിക്കുന്ന സമയത്ത് ആ മാലാഖയുടെ മുന്നിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേദന കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. ചോദിക്കുന്നു, അസ്റായിലൂടെ അപ്പുറത്ത് ജിബ്രീലുണ്ട്, ചോദിക്കുകയാണ്, എൻ്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചോദിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കുകളോട് ചോദിക്കുകയാണ്. ബേജാറ് കൊണ്ട്, വിഷമം കൊണ്ട്, വിഭ്രാന്തി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, അള്ളാഹുവിൻ്റെ ഓർഡർ നിങ്ങളുടെ ഉമ്മത്തിന് നല്ല നിലക്ക് റൂഹിനെ പിടിക്കാനാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഇപ്പോഴാണ് എൻ്റെ ശ്വാസം വിട്ടത്, ഇപ്പോഴാണ് എനിക്ക് റാഹത്തായത്, ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞ വാക്കല്ല. പലരും തെറ്റിദ്ധരിച്ചു പോയി. നബി തങ്ങൾ അവസാനം ഉമ്മത്തി 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 എന്നാണ് വിളിച്ചതെന്ന് പലരും തെറ്റിദ്ധരിച്ചു പോയി. അല്ല, തങ്ങൾ അവസാനം പറഞ്ഞ വാചകം ഇതല്ല. എന്താ പിന്നെ പറഞ്ഞത്? ആർക്കെങ്കിലും അറിയോ? നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം നിലച്ചിട്ടുണ്ട്. ഇനി സംസാരം കേൾക്കുന്നില്ല. ആ ശബ്ദം വളരെ ചെറിയ രൂപത്തിൽ മാത്രം കേൾക്കുന്ന സമയത്ത്, നേരത്തെ പറഞ്ഞത് കുറച്ചൊക്കെ ശബ്ദം കേൾക്കുന്ന സമയത്താണ് ഉമ്മത്തിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചത്, ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചത്. എന്നാ നബി തങ്ങളുടെ ശബ്ദം ഇടറിയിട്ടുണ്ട്, ശബ്ദം കേൾക്കുന്നില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുത്തെ ചെവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടിന്റെ നേരെ വെച്ചപ്പോ തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ ഉമ്മമാരെ? തങ്ങൾ പറയുന്ന വാക്ക് ഏതാണെന്നറിയുമോ സഹോദരിമാരെ? ഹബീബായ തങ്ങളൊന്ന് നന്നായി നമ്മൾ സ്നേഹിക്കണ്ടേ. തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഇയ്യാകും നിസാ, ഇയ്യാകും നിസാ, ഇയ്യാകും നിസാ. നിങ്ങൾ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. സൂക്ഷിക്കണമെന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ സംരക്ഷണം നൽകണമെന്നാണ്. അവരെ നിങ്ങൾ നന്നായി നോക്കണമെന്നാണ്, കഷ്ടപ്പെടുത്തരുതെന്നാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ തൊട്ടു മുമ്പ് പറയുന്ന വാചകം, ഉമ്മമാരെ, ഓ സഹോദരിമാരെ, ഇത് തങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും ഒരു വാക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുരുഷന്മാരെ നോക്കണോന്ന് തങ്ങൾ പറഞ്ഞോ? ഉമ്മത്തീങ്ങളുടെ കാര്യം ചോദിച്ചു, പുരുഷന്മാരുടെ കാര്യം സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചത് സഹോദരിമാരുടെ കാര്യത്തിൽ. അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളെ സംരക്ഷിച്ചത് എത്ര രൂപത്തിലാണ്. ഒരു പെണ്ണ് ജനിക്കപ്പെട്ടാൽ ഹീറോയായി നടക്കുന്നവനിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായാൽ ആ പെൺകുഞ്ഞിയുടെ ജീവനോടെ 6 അടി മണ്ണിലേക്ക് കുഴിച്ച് മൂടപ്പെടുന്ന കാട്ടാളവർഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്കുള്ള ഫ്രീഡം നൽകി, പൂർണ്ണമായുള്ള ഫ്രീഡം നൽകി. ലോകത്ത് ആർക്കും നൽകാൻ കഴിയാത്ത ഫ്രീഡം നൽകി. രാജ്ഞിയെ പോലെ ജീവിപ്പിക്കണമെന്നാണ്, അവളെ രാജ്ഞിയായി കാണണമെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പനയുള്ളത്. കൂടുതൽ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് എത്ര ചെയ്യാനുണ്ട്, ബാധ്യതകളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയബന്ധിതമായതൊക്കെ പറയേണ്ടതുണ്ട്.
ഓ ഉമ്മമാരെ, അള്ളാഹുവിന്റെ റസൂല് അവസാനം ശബ്ദം നിൽക്കുന്നതിന്റെ തൊട്ടു മുമ്പ് പറയുകയാണ് അർ-റഫീഖുൽ അഅ്ലാ. എന്തേ പറഞ്ഞേ? നിങ്ങൾ കേട്ടില്ലേ? അർ-റഫീഖുൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഇലാ റഫീഖിൽ അഅ്ലാ, രണ്ടും ഉണ്ട് ഹദീസിൽ. ഇലാ റഫീഖിൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരനിലേക്ക്. വഫാത്തിന്റെ തൊട്ടു മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം നിലക്കുന്നതിന്റെ തൊട്ടു മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് ഒച്ചത്തിൽ ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞ വാചകം ഉമ്മത്തി എന്നാണ്. എന്നാൽ അടുത്ത ആളുകൾക്ക് മാത്രം കേൾക്കാൻ പറ്റിയ, തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് മാത്രം കേൾക്കാൻ പറ്റിയ വാചകം ഇയ്യാക്കും അന്നിസാ എന്നാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി പറഞ്ഞ വാചകം അർ-റഫീഖുൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരൻ. അല്ലാഹുവിലേക്ക് യാത്ര പോവാൻ, അല്ലാഹുവിലേക്ക് യാത്ര പോകുമ്പോൾ അത് ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. അല്ലാഹു നമുക്ക് മരണം ഖൈറാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് സമ്പൂർണ്ണ ഈമാൻ അല്ലാഹു നൽകുമാറാവട്ടെ. അതിന് മുമ്പ് ദീർഘകാലം ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ്, ഉംറയും സിയാറത്തും മറ്റും എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ അബ്ദു മൂപ്പൻ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഒരു സഹോദരി ഇന്ന് ഒരു സഹോദരിയെ കണ്ടു, ഒരു ഉമ്മയെ കണ്ടു. ആ ഉമ്മ വളരെ പ്രയാസപ്പെടുകയാണ്. സക്കറാത്തിന്റെ ഹാലാണുള്ളത്. അല്ലാഹു തആല അവരെ പ്രയാസപ്പെടുത്താതിരിക്കട്ടെ. അവർക്ക് എന്താണോ ഖൈറെങ്കിൽ അല്ലാഹു ആ ഖൈർ അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, മരിക്കുന്ന സമയം ഈമാൻ കിട്ടി മരിക്കണമെന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹമാണ്. ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യവും എനിക്കും നിങ്ങൾക്കുമില്ല.